1962 ചൈന യുദ്ധം. അന്നത്തെ പ്രതിസന്ധികളൊക്കെയും മറികടക്കാൻ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ക്ഷണിച്ചു വരുത്തിയതാണ് MiG-21. ഇന്ത്യയുടെ യുദ്ധസന്നാഹങ്ങളിലേക്ക് 1963 ആദ്യ സ്ക്വാഡ്രോൺ എത്തി. ഇന്ത്യൻ യുദ്ധതന്ത്രങ്ങളിലേക്ക് സൂപ്പർസോണിക് ജെറ്റിന്റെ ഒരു കടന്നുവരവായിരുന്നു അത്. പിന്നാലെ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും വട്ടം കറക്കിയ ഇന്ത്യൻ വജ്രായുധമായിരുന്നു അന്ന് MiG-21. അന്ന് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. 1971 യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി, പിന്നീട് രാജീവ് വന്നു, VP സിംഗ് വന്നു, ചന്ദ്രശേഖർ വന്നു, നരസിംഹറാവുവും ദേവഗൌഡയും IK ഗുജ്റാളും വാജ്പേയിയും വന്നു, മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദിയായി. പക്ഷേ ഇക്കാലത്തെല്ലാം മാറ്റമില്ലാതെ ഉണ്ടായിരുന്നത് ഒരേ ഒരു MiG-21 ആയിരുന്നു. ആ സൂപ്പർസോണിക് അത്ഭുതമാണ് വിട വാങ്ങുന്നത്. ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചാണ് എന്നേക്കുമായുള്ള ആ മടക്കം. ഇന്ത്യയുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയ 1971 പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ സൃഷ്ടിച്ച ആ യുദ്ധം, അതിന്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് വിളിക്കാവുന്ന ഒന്നുണ്ടെങ്കിൽ അതാണ് MiG-21. 1971 മാത്രമല്ല, 1999 കാർഗിൽ വാർ, അതിനു മുൻപും ശേഷവും നടന്ന ചെറുതും വലുതുമായ അനേകം സൈനിക നീക്കങ്ങൾ, എല്ലാത്തിനും കുന്തമുനയുണ്ടായിരുന്നു ഒരേ ഒരു MiG-21. 1999 കാർഗിൽ യുദ്ധം. ഈ യുദ്ധത്തിലാണ് എല്ലാ ചീത്തപ്പേരുകളും കഴുകിക്കളഞ്ഞ് MiG-21 ഉയർത്തത്. ഏറ്റവും സംഘർഷപൂർണമായ അന്തരീക്ഷത്തിൽ ഏറ്റവും മിടുക്കോടെ ചെയ്ത യുദ്ധം, അന്നത്തെ ഇന്ത്യൻ വിജയത്തിന്റെ നേരവകാശി. എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായപ്പോഴും MiG-21 നമ്മൾ ഉപേക്ഷിക്കുകയായിരുന്നില്ല, കൂടുതൽ മെച്ചപ്പെടുത്തി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് MiG-21 ബൈസൺ നമ്മുടെ കൂടാരങ്ങളിലേക്ക് എത്തുന്നത്. ഈ MiG-21 അത് ഏറ്റവും കൂടുതൽ പഴി കേട്ടത് അതിന്റെ അപകടങ്ങളുടെ പേരിലാണ്. 400 രേഖപ്പെടുത്തിയ അപകടങ്ങൾ തന്നെ MiG-21 പേരിലുണ്ട്. 170 വൈമാനികർക്കാണ് MiG-21 പറത്തുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് പക്ഷേ സജീവമായ ഒരു യുദ്ധവിമാനത്തിന്റെ കാര്യത്തിൽ വലിയ അക്കങ്ങളല്ല എന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. 62 വർഷത്തിനിടയിൽ MiG-21 നടത്തിയ യുദ്ധങ്ങളൊക്കെയും ഓർത്തെടുത്താൽ തന്നെ നമുക്കിതിന്റെ അപകട കാരണവും വ്യക്തമാകും. കാരണം സാധാരണ വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്കായിരുന്നു MiG-21 ദൗത്യങ്ങൾ ഏറെയും നടന്നത്. അങ്ങനെ ഒന്നൊന്നായി കുറഞ്ഞു വന്ന് ഇപ്പോ 36 വിമാനങ്ങളുള്ള സ്ക്വാഡ്രൺ ആണ് ശേഷിക്കുന്നത്. ആ 2 സ്ക്വാഡ്രണും ഉള്ളത് രാജസ്ഥാനിലെ നാൽ എയർബേസിലാണ്. അവിടെ നിന്നാണ് ഇവ ഡീകമ്മീഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിമാനങ്ങളെ വീഴ്ത്താം, ആത്മാഭിമാനത്തെ വീഴ്ത്താൻ കഴിയില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഇന്ത്യയുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയാണ് MiG-21 പടിയിറങ്ങുന്നത്. എത്രയെത്ര വൈമാനികരാണ് 62 വർഷം നീണ്ട സേവനത്തിനിടെ മാറി മാറി MiG-21 നിയന്ത്രിച്ചത്. അപ്പോഴൊക്കെയും കരുത്തോടെ നിന്ന മിഗ് ഒടുവിലിതാ ഇറങ്ങുകയാണ്. ഇനി തേജസിന്റെ കാലമാണ്. മിഗ് ഒഴിച്ചിരുന്ന ആ കൂടാരങ്ങളിലേക്ക് അടുത്ത മാർച്ച് മുതൽ തേജസ് പറന്നിറങ്ങും. എ ബിഗ് സല്യൂട്ട് ടു MiG-21.